ഹായ് കൂട്ടുകാരെ, ഡിജിറ്റൽ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്ന് പെട്ടെന്ന് കുട്ടികൾക്ക് സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സ്നാക്സാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായി ഞാൻ ഗോതമ്പ് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ്. ഇതിൻ്റെ അകത്ത് ഗോതമ്പ് പൊടി, കുറച്ച് തേങ്ങ, ഒരു 1/4 മുറി തേങ്ങ, 1/2 കപ്പ് ഗോതമ്പ് പൊടിക്ക് 1/4 മുറി തേങ്ങയും ഒരു 4-5 സ്പൂൺ പഞ്ചസാര, നമുക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാരയും, ഒരു 2 ഏലക്കയും കൂടെ നന്നായിട്ട് ഇതിൻ്റെ അകത്ത് പൊടിച്ചിടുക. നന്നായിട്ട് പൊടിച്ച് ഈ മാവ് നന്നായിട്ട് കുഴച്ച് ഉരുട്ടിയെടുക്കുക. നമ്മൾ ചപ്പാത്തിക്കുള്ള പരുവത്തിന് ഉരുട്ടിയെടുക്കുക. എന്നിട്ട് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നത് പോലെ നമ്മൾ കുഴച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ. പിന്നെ റെസ്റ്റ് ചെയ്യാനൊന്നും വയ്ക്കണ്ട. ഇത്രയേ ഉള്ളൂ. ഇതിനെ ഇനി കുഞ്ഞു കുഞ്ഞു ഉരുളകളാക്കി എടുത്ത് നമ്മൾ എണ്ണ നന്നായിട്ട് ചൂടാക്കിയിട്ട് ഫ്ലെയിം കുറച്ച് വെച്ച് പൊരിച്ചെടുക്കണം. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഉരുളകളാക്കി നമുക്ക് പൊരിച്ചെടുക്കാം. അതുപോലെ കുഞ്ഞു കുഞ്ഞു ഉരുളകളാക്കി ഉരുട്ടിയെടുക്കാം. ഇത് എണ്ണ ചൂടാക്കിയിട്ട് അതിലിട്ട് ആദ്യം എണ്ണ നന്നായിട്ട് ചൂടാക്കണം. എന്നിട്ട് ഫ്ലെയിം കുറച്ച് വെച്ച് പിന്നെ തിരിച്ച് മറിച്ച് വിട്ട് ബ്രൗൺ കളറാക്കി പൊരിച്ചെടുക്കുക. അഹം വേവുണ്ട്, അതുകൊണ്ടാണ് ഫ്ലെയിം താത്ത് വെച്ചിട്ട് പൊരിച്ചെടുക്കണമെന്ന് പറഞ്ഞത്. അത് വേവുള്ള സമയം കുഞ്ഞാറ്റയ്ക്കില്ല. കുഞ്ഞാറ്റയ്ക്ക് പനിയായതുകൊണ്ട് ഇന്ന് സ്കൂളിലൊന്നും പോയില്ല. ഇപ്പോഴാണ് ഒന്ന് തല പൊക്കി നിൽക്കണത്. എന്നിട്ട് അതായത് സമാധാനമില്ലാതെ ഇളക്കുകയാണ് തിന്നാൻ. ഇതിൻ്റെ ടേസ്റ്റ് കാരണം കുഞ്ഞാറ്റയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് നമ്മളെ കുക്കീസൊക്കെ ഇല്ലേ, അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ്. പക്ഷെ നല്ല എല്ലാവർക്കും കഴിക്കാം. ഇങ്ങനെയാണ് കിട്ടുക. ഒരു ബിസ്ക്കറ്റ് പോലെ ഇരിക്കും. നല്ല ടേസ്റ്റാണ്. പുറമേ നല്ല ഇതുമായിരിക്കും, അകത്ത് നല്ല സോഫ്റ്റും ആയിരിക്കും. എണ്ണയൊന്നും പിടിക്കില്ല. ഇതെല്ലാം വെന്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരാൾ കണ്ടോ, കിട്ടിയ ഉടനെ തന്നെ തിന്ന് തീർക്കാൻ തുടങ്ങി. പറഞ്ഞിട്ട് കാര്യമില്ല. ഉണ്ടാക്കണ സമയം പോലും ഇവിടുന്ന് ഇതിന് വേണ്ടി വെയിറ്റ് ചെയ്യില്ല. അതിനുള്ളിൽ തിന്ന് തീർക്കും. അത്ര ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ കൂട്ടുകാരെ.